നമസ്കാരം, ഞാൻ ആർദ്ര. സ്കൂൾ തല വാർത്തകളിലേക്ക് സ്വാഗതം. നഷ്ടപ്പെടുന്ന പച്ചപ്പിനെയും ഇല്ലാതാകുന്ന ആവാസ വ്യവസ്ഥയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെയ്ത് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷാജി നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതിനെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കി. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പ്രകൃതി നടത്തം നടത്തിയ UP ക്ലാസ്സിലെ കുട്ടികൾ സ്കൂളും പരിസരവും നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി. സ്കൂളും ക്ലാസ് റൂമും പരിസരവും വൃത്തിയാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി. ആൽമര മുത്തശ്ശിയെ ആദരിച്ച് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സമീപത്തുള്ള വൻ ആൽമരത്തെ കുട്ടികൾ ആദരിച്ചു. 300 വർഷത്തോളം പഴക്കം വരുന്ന വൻ ആൽമരത്തെ പൊന്നാടണിയിച്ച് ആദരിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി, PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ സാബു സാർ, ലിജിൻ സാർ, വീണ ടീച്ചർ, അനിൽകുമാർ സാർ എന്നിവർ നേതൃത്വം നൽകി. വായനാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ജോഷി മംഗലത്ത്. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വായനാദിന ആഘോഷവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പ്രശസ്ത തിരക്കഥാകൃത്ത്, ചെറുകഥ, നോവൽ എന്നീ രചനകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജോഷി മംഗലത്ത് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വായനാ ദിനവുമായി ബന്ധപ്പെടുത്തി വായനാ മധുരം വിളമ്പി അവനവഞ്ചേരി ഹൈസ്കൂൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ വായനാ മധുരം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പുസ്തക വായന സമൂഹത്തിലേക്ക് വ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന പുസ്തകക്കളരിയിലെ കുട്ടികൾ തെരഞ്ഞെടുത്ത മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കൃതിയാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തത്. കുട്ടികൾ സ്കൂൾ തല വായനയും ചർച്ചയും പൂർത്തിയാക്കിയ ശേഷം നെയ്പായസത്തിന്റെ 1000 പകർപ്പുകൾ പൊതുസമൂഹത്തിനായി നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി കഥയുടെ പകർപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് വായനാ മധുരം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഥയുടെ അവസാനം കഥയുടെ നായകൻ തന്റെ ഭാര്യ മരിച്ചപ്പോൾ സങ്കടത്തെക്കാളധികം ദേഷ്യം തോന്നാൻ എന്ന് കാരണം എന്തെന്ന ചോദ്യത്തിന് കഥയുടെ അവസാനം നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് ഉത്തരം രേഖപ്പെടുത്തുക എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികൾ വീടുകളും കടകളും സന്ദർശിച്ച് വഴിയാത്രക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും നേരിൽ കണ്ട കഥയുടെ 1000 പകർപ്പുകൾ കൈമാറി കഴിഞ്ഞു. ശരിയുത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്നും കണ്ടെത്തുന്ന വിജയിക്ക് 1000 രൂപയുടെ പുസ്തകം നൽകാനാണ് തീരുമാനം. നഗരസഭ കൗൺസിലർ, PTA പ്രസിഡന്റ്, ഹെഡ് മാസ്റ്റർ, മറ്റ് അധ്യാപകർ സംബന്ധിച്ചു. എന്തായാലും നമ്മുടെ കൂട്ടുകാർ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറിഞ്ഞ് മുമ്പോട്ട് വരട്ടെ. മറ്റൊരു വാർത്തയുമായി അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.